ജീവമൊഴികളിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ചില ഉപമകൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങളിൽ വളരെ ലളിതമെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന എന്നാൽ ആഴവും പരപ്പുമുള്ള ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആ ഭാഗമൊന്ന് വായിക്കാം. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. നോക്കുക, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഈ ഉപമ വായിക്കുമ്പോൾ അത് ഒരു നേട്ടത്തിൻ്റെ കഥയാണ് എന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ചിന്തിക്കും. കാരണം ഒരു കടുകുമണി അത് ഏറ്റവും ചെറിയ വിത്താണ്. ആ ചെറിയ വിത്ത് അതിൽ നിന്ന് മുളപൊട്ടി അത് ഒരു വലിയ വൃക്ഷമായി തീർന്നു. വലിയ വൃക്ഷമായി തീർന്നു. പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിക്കത്തക്കവണ്ണം വളരെ വലിയ ശാഖകൾ അതിനുണ്ടായി. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 30-32 വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 18-19 വാക്യങ്ങൾ എന്നിവയിലൊക്കെ ഇതേ ഉപമ തന്നെ അവരെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ശാഖകളെക്കുറിച്ച് പറയുന്നത് വളരെ വലുതായ ശാഖകളെ വിട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ വൃക്ഷം ഒരു കടുകുമണി എടുത്തിട്ട് അതിൽ നിന്നുണ്ടായ ആ ചെടി വളർന്ന് ഒരു വലിയ വൃക്ഷമായി പടർന്ന് പന്തലിച്ച് വലിയ ശാഖകൾ വന്ന് ആകാശത്തിലെ പറവകൾ വന്ന് അതിൽ കൂടുകൂട്ടത്തക്കവണ്ണം അതിൽ വസിക്കത്തക്കവണ്ണം അത് വലുതായി തീർന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതൊരു സക്സസ് സ്റ്റോറിയാണ്, ഒരു വിജയഗാഥയാണ്, വിജയത്തിൻ്റെ കഥയാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള വിജയകഥകൾ പറയാറുണ്ടല്ലോ. ഒരാൾ ഒരു ചെറിയ തോതിൽ ഒരു ബിസിനസ് ആരംഭിച്ചു, അത് വളർന്നു വലുതായി, ഇന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇത്ര ജീവനക്കാരുണ്ട്, ഇത്ര ഓഫീസുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിജയത്തിൻ്റെ കഥ നമ്മുടെ ലോകത്ത് കൂടുതൽ വലുപ്പത്തിലേക്ക് പോകുന്തോറും അത് വിജയമാണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടവും ഒരു ലോകവുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് പറഞ്ഞ ഈ ഉപമയെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതാ സ്വർഗരാജ്യത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ദൈവസഭ, യഥാർത്ഥത്തിലുള്ള സഭ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. സ്വർഗരാജ്യത്തിൻ്റെ ഒരു പോക്കറ്റ് എഡിഷൻ, ഒരു കീശപ്പതിപ്പാണ് സഭ. അങ്ങനെയുണ്ടെങ്കിൽ ആ സഭ എന്ത് ചെയ്തു? അതൊരു ചെറിയ സഭയായിരുന്നു, ചെറിയ ഒന്നായിരുന്നു. എന്നാൽ അത് വളർന്ന് വലിയൊരു വൃക്ഷമായി തീർന്നു എന്ന് വായിക്കുമ്പോൾ നമ്മളതൊരു നേട്ടത്തിൻ്റെ കഥയാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഈ ദൈവവചനത്തെ നമ്മൾ വളരെ ഗൗരവമായിട്ട് നോക്കിയാലോ, വളരെ ഗൗരവമായിട്ട് അതിനെ പഠിച്ചാൽ അതൊരു നേട്ടത്തിൻ്റെ കഥയല്ല, മറിച്ചൊരു അപജയത്തിൻ്റെ കഥയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഓരോ ചെടിയും അതതിൻ്റെ ഫലം, അതിൽ നിന്ന് അതത് ചെടി അത് മാത്രമേ ഉണ്ടാകാവൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന അതത് തരം വൃക്ഷം, അതത് തരം ഫലം, അതത് തരം സസ്യം, ഇതാണ് ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥ. പക്ഷേ ദൈവം വെച്ചിട്ടുള്ള ഈ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഈ കടുകുമണിയിൽ നിന്നുണ്ടായ ആ ചെടിയുടെ വളർച്ച. കടുക് നമുക്കറിയാം, അത് ഒരു വർഷം കൊണ്ട് ആ നിലയിൽ വിളവെടുക്കാവുന്ന ഒരു ചെറിയ ചെടിയായിട്ട് മാത്രം വളരുന്ന ഒന്നാണ്. നമ്മളിത് സ്വർഗരാജ്യത്തെ പലതിനോട് ഉപമിച്ച് ഈ അധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ സ്വർഗരാജ്യത്തെ ഉപമിച്ചിട്ടുള്ളിടത്തെല്ലാം അത് ഒരു ധാന്യമായിട്ടോ ഒരു വർഷം കൊണ്ട് വിളവെടുക്കുന്ന ഒന്നായിട്ടോ ഒക്കെയാണ് നമ്മളതിനെ ചിത്രീകരിച്ച് കണ്ടിട്ടുള്ളത്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, അവസാനം അത് വഴിയരികിലും പാറസ്ഥലത്തും മുള്ളുകൾക്കിടയിലും നല്ല നിലത്തും വീണു, അവസാനം കൊയ്ത്തായി. അതൊക്കെ പറയുമ്പോൾ ഒരു വർഷം കൊണ്ട് വിളവെടുക്കുന്ന അധിക ദീർഘവർഷങ്ങൾ നിൽക്കാത്ത ഒരു വിളവിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമ കർത്താവ് പറയുന്നുണ്ട്. അതും
ഒരു വർഷത്തിനുള്ളിൽ വിളവെടുക്കുന്ന ഒന്നാണ്. ഞാറ്, കതിര്, മണി, ഇങ്ങനെ മറ്റൊരു ഉപമ കർത്താവ് പറയുന്നിടത്തും അതും ഒരു ചെറിയ സസ്യത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ആഴത്തിൽ വേരുകളില്ലാത്ത വളരെ വേഗത്തിൽ ആ നിലയിലുള്ള ലളിതമായ ഒരു സസ്യം, അങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഈ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31-32 വചനങ്ങളിൽ നമ്മൾ വായിച്ചെടുത്തും സ്വർഗരാജ്യത്തെ അല്ലെങ്കിൽ ദൈവസഭയെ ഒരു കടുകുമണി എന്ന് പറയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചെടിയെന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ ഒരു ചെറിയ ചെടിയായിട്ട് മാത്രം വളരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്നാണത്. പക്ഷേ അതിൻ്റെ വളർച്ച ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ബീഭത്സമായ ഒരു വളർച്ചയാണ് അതിനുണ്ടായത്. അതെന്താണ്? അത് വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി തീർന്നു. ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിലെ കൂടുകൂട്ടത്തക്കവണ്ണം അതൊരു വലിയ വൃക്ഷമായി തീർന്നു. വൻ വൃക്ഷമായി തീർന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ വളർച്ചയാണെന്നും ഒരു തെറ്റായ വളർച്ചയാണെന്നും നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? രണ്ട് കാര്യങ്ങളാണ് ഈ സഭയുടെ വളർച്ച അല്ലെങ്കിൽ ഈ കടുകിൻ്റെ വളർച്ച തെറ്റായ നിലയിലുള്ള ഒരു വളർച്ചയാണ് എന്ന് പറയാൻ കാര്യം. ഒന്നാമത്, ഇത് ഒരു സസ്യമായിട്ട് മാത്രം വളരേണ്ട ഒന്ന് വൃക്ഷമായി വളരുന്നു. വൃക്ഷമായി വളരുമ്പോൾ ഒരു വൃക്ഷം മുകളിലേക്ക് എത്രത്തോളം വളരുമോ അതിനനുസരിച്ച് അതിൻ്റെ വേരുകൾ ഈ ഭൂമിയിൽ ആഴത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ ദൈവജനം അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിലും ഈ ഭൂമിയിൽ ആഴത്തിൽ വേരുകൾ ആഴ്ത്തുന്ന ആളുകളായിട്ടല്ല ദൈവരാജ്യം അവരെ വിഭാവനം ചെയ്യുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ വളരെ ലളിതമായ ഒരു അസ്തിത്വം മാത്രമുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടാണ് ദൈവസഭയെ നമ്മളെ കാണുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ഇതാ ഒരു വൃക്ഷമായിട്ട് വളർന്നു എന്ന് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ അത് എപ്പോഴും ഒരു മഹത്ത് എന്നല്ല അതിനെക്കുറിച്ചുള്ള വിശേഷം, മറിച്ച് എന്താ, വിശുദ്ധം എന്നാണ് അതിനെക്കുറിച്ചുള്ള വിശേഷം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 18-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തെക്കുറിച്ച് കാണുമ്പോൾ അവിടെ ബാബിലോണാണ് ഒരു മഹാനഗരമായിട്ട് ആയിരിക്കുന്നത്. ബാബിലോൺ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഒരു വ്യാജ ആത്മീയത, തെറ്റായ ഒരു ആത്മീയതയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ബാബിലോൺ. ആ ബാബിലോണിനെക്കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഗ്രേറ്റ്, മഹാനഗരം എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ ചെടി ഒരു ചെറിയ ചെടിയായിട്ട് മാത്രം നിന്നാൽ അതൊരു മഹാവൃക്ഷമായി എന്നൊരിക്കലും പറയുകയില്ല. സഭ എപ്പോഴും ഈ ഭൂമിയുടെ ദൃഷ്ടിയിൽ ഒരു മഹത്തായ വലിയ ഒന്നായി തീരരുത്. വലിയ ഒന്നായി തീരുമ്പോൾ അത് ബാബിലോണായി മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറിച്ച് യഥാർത്ഥ സഭ അതിനെ ഒരു നഗരമായിട്ട്, യെരുശലേം എന്നൊരു നഗരമായിട്ട് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ യെരുശലേമിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ, അതൊരു മഹാനഗരം എന്നല്ല പറയുന്നത്, മറിച്ച് അതൊരു വിശുദ്ധ നഗരം എന്നാണ് പറയുന്നത്. നോക്കുക, ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം, ഈ ഭൂമിയിൽ അത് മഹത്തായി തീരുമ്പോൾ, വലുതായി തീരുമ്പോൾ, ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ദൈവം അങ്ങനെ തന്നെയാണോ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ ആഗ്രഹം അത് വിശുദ്ധമായിരിക്കണമെന്നാണ്. ഇവിടെ ഇതാ ഈ ചെടി അത് വലിയ വൃക്ഷമാകാൻ ഉദ്ദേശിച്ചില്ല. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം അതൊരു ചെറിയ ചെടിയായിട്ട് നിന്ന് അത് ഫലം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സഭയെ സംബന്ധിച്ചിടത്തോളവും ഓരോ സഭയും വിശുദ്ധമായിരിക്കണം, വലുതാകണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, ഇതൊരു തെറ്റായ വളർച്ചയാണ് എന്ന് പറയാനുള്ള കാരണം അവിടെ ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ പറവകൾ വന്നു കൂടുകൂട്ടി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ 13-ാം അധ്യായത്തിൽ വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ പറവകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ്.
വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു. അവിടെ പറവകളെ ദുഷ്ടാത്മാക്കളോട് സാദൃശ്യപ്പെടുത്തിയാണ്, പിശാചിനോട് സാദൃശ്യപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവവചനമാകുന്ന വിത്ത് അത് വഴിയരികിൽ വീണു, പക്ഷേ പിശാച് വന്ന് അതിനെ എടുത്തു കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമയെ താൻ തന്നെ വിശദീകരിച്ച് പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ പറവയെ ദുഷ്ടൻ വന്ന് ഹൃദയത്തിൽ നിന്ന് അത് എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. നോക്കുക, അതിൻ്റെ 19-ാം വാക്യം, 13-19. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു, ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറവയെ ഒരു ദുഷ്ടൻ, ദുഷ്ടശക്തികൾ, ഈവിൾ സ്പിരിറ്റ് ഇതിനോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ദൈവസഭ അതിൽ പറവകൾ വന്ന് കൂടുകൂട്ടി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ദുഷ്ടശക്തികൾ വരികയും അവിടെ അതിൻ്റെ മൂല്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത് ശരിയല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു അളവിൽ അത് വളർന്നു നിന്നാൽ മതി. നോക്കുക, 1, 2, 3 നൂറ്റാണ്ടുകളിൽ നമ്മൾ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അതൊരു വളരെ ലളിതമായ, വളരെ ഈ ഭൂമിയിൽ ഒട്ടും ആകർഷകമല്ലാത്ത, ആളുകളാൽ മഹത്ത് എന്ന് പറയാൻ കഴിയാത്ത, ഒരളവിൽ പറഞ്ഞാൽ അടിമകളുടെയും അതുപോലെ തന്നെ ദരിദ്രരുടെയും ഒരു ജീവിത മാർഗമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആത്മീയ മാർഗമായിരുന്നു 1, 2, 3 നൂറ്റാണ്ടുകളിൽ സഭയെന്ന് പറയുന്നത്. എന്നാൽ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 4-ാം നൂറ്റാണ്ടാകുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു രാജാവ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി താൻ സഭയിലേക്ക് വരികയും താൻ ക്രിസ്ത്യാനിയായി മാറുകയും ഇതിനെ ഒരു മഹത്തായ ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. നമ്മൾ വായിച്ച ആ ഉപമയോടുള്ള ബന്ധത്തിൽ ഇതൊരു വൻ വൃക്ഷമായി തീരുന്നു. AD 4-ാം നൂറ്റാണ്ട് മുതലാണ് നമ്മളത് കാണുന്നത്. വൻ വൃക്ഷമായിട്ട് അത് മാറുന്നു. എന്ന് തന്നെയല്ല, ദുഷ്ടശക്തികൾ വന്ന് തെറ്റായ ഉപദേശങ്ങൾ, തെറ്റായ ആചാരങ്ങൾ, തെറ്റായ നടപടികൾ, തെറ്റായ മൂല്യബോധങ്ങൾ അതിൽ വന്ന് കൂടുകൂട്ടുന്നു, അവിടെ അത് വസിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത് ഒരു സംഘടിത ക്രിസ്തീയ മതം. സംഘടിത ക്രിസ്തീയ മതം അത് ആ നിലയിൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അത് വലുതായിട്ട് തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് അംഗീകാരയോഗ്യമല്ല. ഇവിടെ ഈ വൃക്ഷത്തെ ദൈവം അംഗീകരിക്കുന്നില്ല. കാരണം അത് അസാധാരണമായ പുറമേ ഉള്ള ഒരു വളർച്ചയാണ്. 2 ദുഷ്ടശക്തികളാണ് അതിൽ വന്ന് കൂടുകൂട്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ കാര്യത്തെ നമ്മൾ ആയിരിക്കുന്ന ഒരു സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ നമ്മൾ ആ സഭയുടെ കാതൽ, അതിൻ്റെ ഏറ്റവും ആന്തരികമായ കാര്യമെന്ന് പറയുന്നത് എന്താ? ഏറ്റവും ആന്തരികമായ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവുമായി ദൈവവുമായിട്ടുള്ള ഒരു ലളിതമായ സുതാര്യമായ ഒരു ബന്ധമാണ്. ആ ബന്ധം ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തോട് ചേർത്താണ് പലപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ ലളിതം, പക്ഷേ വളരെ അടുപ്പമുള്ള ഒരു ബന്ധം. ഈ ഒരു ബന്ധത്തിൻ്റെ ഭാഗവും അതിൻ്റെ തുടർച്ചയും അതിൻ്റെ എക്സ്റ്റൻഷനുമാണ് സത്യത്തിൽ സഭാജീവിതം. എന്നാൽ പിശാച് വന്ന് ഇതിനെ ഒരു വൻ വൃക്ഷമായി അങ്ങനെ ഒരു വളർച്ച വരുമ്പോൾ പലപ്പോഴും അവൻ എടുത്തു കളയുന്നത് ഈ കർത്താവുമായിട്ടുള്ള, ദൈവവുമായിട്ടുള്ള ലളിതമായ ഒരു ഭക്തിയും ദൈവവുമായിട്ടുള്ള ആ നിലയിലുള്ള ഒരു ലളിതമായ ഒരു അനുസരണവും അതൊക്കെ എടുത്തു കളയുന്നു. അതിൻ്റെ പുറംമോടികൾ, ബാഹ്യമായ കാര്യങ്ങൾ അതെല്ലാം നിലനിർത്തുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വലുതാണ്, പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധമല്ല, ദൈവത്താൽ അംഗീകാരയോഗ്യമല്ലാത്ത ഒന്നായി മാറും. നമ്മൾ AD 4-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കഥ പറഞ്ഞല്ലോ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് 2-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ 7 സഭകളെക്കുറിച്ച് പറയുമ്പോൾ പെർഗമോസ് സഭയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ് പെർഗമോസ് സഭയെക്കുറിച്ച് കാണുന്നത്. ആ പെർഗമോസ് സഭയുടെ കാര്യം വളരെ പരിശുദ്ധാത്മാവ് ഖേദത്തോടെയാണ് രേഖപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിലുള്ള ദൈവഭക്തി വിട്ടുകളഞ്ഞ് മറ്റു പലതിൻ്റെയും പിന്നാലെ പോകുന്ന ഒന്നായിട്ടാണ് അതിനെ കാണുന്നത്.
പെർഗമോസ് എന്ന ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തന്നെ അത് അടുത്ത സ്നേഹബന്ധം, വലിയ കോട്ടകൊത്തളങ്ങളോട് എന്നുള്ള നിലയിലാണ് ആ പേരിൻ്റെ അർത്ഥം. മാരിയേജ് ടു ഫോർട്ടിഫൈഡ് ടവർ എന്നാണ് നമ്മളത് ആ പെർഗമോസ് എന്ന വാക്കിൻ്റെ ആന്തരാർത്ഥം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. എന്താ അത്? സത്യത്തിലൊരു മാരിയേജ് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം, ഒരു വിവാഹബന്ധം, ആ സഭ, പെർഗമോസിലെ സഭ ശരിക്കും വേണ്ടത് ആരുമായിട്ടായിരുന്നു? യേശുവുമായിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ആ സ്നേഹബന്ധം, അടുപ്പം എന്തുമായിട്ടാണ്? വലിയ കോട്ടകൊത്തളങ്ങളുള്ള വലിയ ഗോപുരത്തോടാണ്. കോട്ടകൊത്തളങ്ങളുള്ള വലിയ ഗോപുരം എപ്പോഴും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ മഹത്താണ്. പക്ഷേ അവിടെ യേശു അതിന് പുറത്ത് നിൽക്കുന്നത് പോലെ, അവിടെ നിന്ന് നിഷ്കാസിതനായതുപോലെയാണ് തോന്നുന്നത്. നമ്മൾ ആയിരിക്കുന്ന സഭ, നമ്മളല്ലെങ്കിൽ കെട്ടിപ്പടുക്കുന്ന സഭ, നമ്മൾ ചേർന്ന് നിൽക്കുന്ന സഭ, അത് കർത്താവുമായിട്ടുള്ള ഒരു ലളിതമായ ഒരു ഭക്തിക്കാണോ ഊന്നൽ നൽകുന്നത്, അതോ മഹത്തായ കാര്യങ്ങൾക്കാണോ? ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ മഹത്തായ പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നാലെ ഒരു സഭ പോയാൽ ആ സഭ പലപ്പോഴും വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, വേറൊരു യേശുവിനെ അതിനെ ചിത്രീകരിക്കുന്നത് പോലെയാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരുത്തൻ വന്ന്, അതിൻ്റെ 4-ാമത്തെ വാക്യം, 3 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെ ഏകാഗ്രത, നിർമ്മലത എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷനാണ്. കർത്താവുമായിട്ടുള്ള ഒരു ലളിതമായ സിമ്പിൾ പ്യുവർ ഡിവോഷൻ. അത് നഷ്ടപ്പെട്ടു പോയാൽ എന്താ സംഭവിക്കുന്നത്? 4-ാമത്തെ വചനത്തിൽ, 2 കൊരിന്ത്യർ 11 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, അത് വേറൊരു ആത്മാവാണ്, വേറൊരു സുവിശേഷമാണ്, മറ്റൊരു യേശുവാണ് എന്ന് കാണും. ഇന്ന് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പേരിലാണ് സഭകൾ, പക്ഷേ മറ്റൊരു യേശുവും വേറൊരാത്മാവും വേറൊരു സുവിശേഷവുമാണോ? ഞാൻ ഒരു ദൈവഭൃത്യൻ എഴുതിയ മനോഹരമായ ഒരു ഭാവന ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. സാക് പുന്നൻ എന്ന് പറഞ്ഞ ഒരു ദൈവഭൃത്യൻ എഴുതിയ വേറൊരു യേശു, വേറൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഭാവനയാണത്. അദ്ദേഹം ആ ഭാവനയിൽ പറയുന്നത്, നമ്മൾ 2000 വർഷം മുമ്പ് പലസ്തീനിൽ ജീവിച്ചിരുന്ന ആളുകളാണ് എന്ന് കരുതുക. നമ്മൾ പലസ്തീനിൽ ജീവിച്ചിരുന്നപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച യേശുവിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യേശുവിനെ കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. യേശു പലരെ സൗഖ്യമാക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ പലസ്തീനിലൂടെ നടക്കുമ്പോൾ അവിടെ പെട്ടെന്ന് അവിടെ ഒരു യോഗം നടക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ യേശു ഇന്ന് അവിടെ വന്ന് പ്രസംഗിക്കുന്നു എന്ന് കേൾക്കുന്നു. നമ്മൾ അവിടെ ചെന്നിരിക്കുന്നു. യോഗം തുടങ്ങാറായി. കൃത്യസമയമായപ്പോൾ ഇതാ നസ്രേത്തുകാരനായ യേശു നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, നമ്മൾ യേശുവിനെക്കുറിച്ച് നമ്മൾ വിചാരിച്ചതിൽ നിന്ന് വ്യത്യാസമായിട്ട് താന് അവിടുത്തെ മതനേതൃത്വമായ ഹന്നാവ്, കയ്യഫാവ് ഇവരോടൊപ്പം വേദിയിലേക്ക് വരിക ചെയ്യുന്നു. വേദിയിൽ വന്ന് അവിടെ ഇരിക്കുന്നു. ഹന്നാവ് അധ്യക്ഷനായിട്ടിരിക്കുന്നു. കയ്യഫാവ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. എന്നിട്ട് അവർ ആമുഖ പ്രസംഗത്തിൽ പറയുന്നത്, നസ്രത്തിലെ യേശു വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തോടെ നമ്മുടെ സഭ വളരെ സഹകരിച്ച് നിൽക്കണം. യഹൂദ മതത്തിൻ്റെ ആളുകളാണ്, പക്ഷേ അവരെ യേശുവുമായിട്ട് സഹകരിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് ഹേരോദാവിനെ 2 വാക്ക് പറയാനായിട്ട് അധ്യക്ഷൻ ക്ഷണിക്കുക. ഹേരോദാവ് ഉടനെ ആ രാജ്യത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ആളെന്നുള്ള നിലയിൽ ഹേരോദാവ് ഉടനെ എഴുന്നേറ്റ് നിന്ന് യേശു ചെയ്യുന്ന, പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികളെയൊക്കെ അഭിനന്ദനത്തോടെയാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആരെങ്കിലും സംഭാവന കൊടുത്താൽ അതൊക്കെയും നികുതിയിൽ നിന്ന് ഒഴിവായിരിക്കും എന്ന് ഹേരോദാവ് പ്രഖ്യാപിക്കുന്നു. ജനക്കൂട്ടം ഒരു കരഘോഷത്തോടെ ഇതെല്ലാം സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വളരെ ആകാംക്ഷയോടെ യേശു എന്താ പറയുന്നത് എന്നറിയാനായിട്ട് ശ്രദ്ധയോടെ ഇരിക്കുക. അത് കഴിയുമ്പോഴും യേശു എഴുന്നേൽക്കുന്നില്ല. അതിന് പകരം യേശുവിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ഇസ്കരിയോത്ത യൂദായാണ് പ്രസംഗിക്കാനായിട്ട് എഴുന്നേൽക്കുന്നത്. ഇസ്കരിയോത്ത യൂദ
വളരെ വിപുലമായിട്ട് യേശു ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പറയുന്നു. അതിന് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. എല്ലാവരും ആ നിലയിൽ കൈ തുറന്ന് അതിന് സംഭാവന ചെയ്യണം എന്നൊക്കെയുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നു. അതിനുശേഷം യേശു രംഗത്തേക്ക് വരുന്നു. താൻ വളരെ അല്പനേരം ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം ചില രോഗികളെയൊക്കെ സൗഖ്യമാക്കുന്നു. ഇതിന് ശേഷം അന്ന് ശേഖരിച്ച സ്തോത്രകാഴ്ചയുമായിട്ട് യൂദായും യേശുവും ഹന്നാവും കയ്യഫാവും ഹേരോദാവും ഒരു വാഹനത്തിൽ അടുത്ത ഹോട്ടലിലേക്ക് അവർ പോകുന്നതായിട്ട് കാണുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവന. നോക്കുക, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ 2000 മുമ്പ് പാലസ്തീനിലായിരിക്കുമ്പോൾ ഇങ്ങനെയാണ് യേശുവിൻ്റെ ശുശ്രൂഷയെ നമ്മൾ കണ്ടതെങ്കിൽ നമ്മളെന്താ വിചാരിക്കുന്നത്? ഇത് ഞാൻ കേട്ടിട്ടുള്ള യേശുവല്ല, ഇത് വേറൊരു യേശുവാണ്, മറ്റൊരാത്മാവാണിത്, മറ്റൊരു സുവിശേഷമാണ് ഈ പറഞ്ഞത്. യേശുവിനെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന ധാരണയിൽ നിന്ന് തീർത്തും വിഭിന്നമായിട്ട് മത നേതൃത്വത്തോടും അതുപോലെ തന്നെ ഭരണത്തോടും ഒക്കെ ഓരോ കൈകൾ കോർത്തുകൊണ്ട് പണത്തിൽ താല്പര്യമുള്ളതുപോലൊക്കെ പെരുമാറുമ്പോൾ ഇത് തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള യേശു അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്നാൽ ഇന്ന് 2000 വർഷം കഴിഞ്ഞ് ഏതാണ്ട് ഇതുപോലെ ഒരു സംഭവം നടന്നാൽ നമ്മൾ ആ ആളിനെ അത് വേറൊരു സുവിശേഷമാണെന്നും മറ്റൊരാത്മാവാണെന്നും നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? മറിച്ച് അതിനെ നമ്മൾ അംഗീകരിക്കുകയും അദ്ദേഹത്തെ വലിയൊരു ദൈവഭൃത്യനായിട്ട് കാണുകയുമല്ലേ ചെയ്യുന്നത്? നോക്കുക, ഇത് വളരെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ ഒരു കാര്യമാണ്, മഹത്തായ ഒരു കാര്യമാണ്. പക്ഷേ ആ മഹത്തായ കാര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൻ വൃക്ഷമായിട്ട് സഭ മാറുമ്പം യേശു അതിൻ്റെ പുറത്താണ്. നമ്മൾ ഇന്നത്തെ സഭകൾ, സംഘടിത സഭകൾ, അതുപോലെ തന്നെ ദൈവവചനത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഏതെല്ലാം രീതിയിൽ അത് എസ്റ്റാബ്ലിഷ്ഡായി മാറുകയാണ്, അത് സംഘടിതമായി മാറുകയാണ്. നമ്മൾ ദൈവവചനത്തിൽ സഭയെക്കുറിച്ച്, ആദ്യ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് കാണുന്നത് അത് വളരെ ലളിതമായ ഒന്നാണ്, വളരെ ലളിതമായ തുടക്കം. ഓരോ ചെറിയ സഭകൾ, മൂപ്പന്മാർ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നു. ഇന്നൊരു സംഘടനയായി മാറുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ ചിലർ, അവരവിടെ നിന്ന് ചിലരെ ഓരോ ഇടത്തേക്ക് അതിൻ്റെ മേൽനോട്ടത്തിന് വിടുന്നു. അവരുടെ സ്ഥലം മാറ്റം കാര്യങ്ങൾ, വോട്ടെടുപ്പ്, എലക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ ഇത് വലിയ ഒരു കാര്യമായി മാറി. തീർച്ചയായിട്ടും ഇത് ഒരു വൻവൃക്ഷമായി മാറി. പക്ഷേ അത് വൻവൃക്ഷമായി മാറിയപ്പോൾ ദൈവം അതിനെക്കുറിച്ച് ആഗ്രഹിച്ച് അതിൻ്റെ ദൗത്യത്തിൽ നിന്ന് അത് മാറിക്കളഞ്ഞു. അതൊരു ചെറിയ സസ്യമായിട്ടിരിക്കാനായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. ഈ ഭൂമിയിൽ ആഴത്തിൽ വേരുകൾ പടർത്താനായിട്ട് ഉദ്ദേശിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പണത്തോടുള്ള കാര്യം, അതുപോലെ തന്നെ ഈ ലോകം വലുതായി കാണുന്ന പല കാര്യങ്ങളോടുള്ള ബന്ധം, ഇതൊക്കെയാണോ ഒരു സഭയെന്ന് പറയുമ്പോൾ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ചില പ്രവർത്തനങ്ങൾക്കാണ്. പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സമം യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ യേശുവിന് വേണ്ടി ചെയ്യുന്ന വൻ പ്രവർത്തനങ്ങൾ പലതും യേശുവിനോടുള്ള കറകളഞ്ഞ സ്നേഹത്തിൽ നിന്നാണോ പലപ്പോഴും സംഭവിക്കുന്നത്? ഞാൻ കേട്ടിട്ടുള്ള ഒരു ചെറിയ കഥ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം, ഒരു ഞായറാഴ്ച, ആ കഥ ഇങ്ങനെയാണ്. ഒരു ഞായറാഴ്ച ഒരു സഭാശുശ്രൂഷകൻ രാവിലെ എഴുന്നേറ്റു. അദ്ദേഹം ബൈബിൾ പഠിച്ചു, ബൈബിളിൽ നിന്ന് 1-2 പ്രസംഗങ്ങൾ തയ്യാറാക്കി, രാവിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് നടത്തി, അതിനുശേഷം സഭായോഗം നടത്തി, ഉച്ചയ്ക്ക് ശേഷം സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായി. ഇതിനൊക്കെ ശേഷം താൻ തൻ്റെ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ഒരു കസേരയിലിരിക്കുന്നു. കസേരയിലിരുന്നപ്പോൾ ഉറക്കക്ഷീണം കൊണ്ട് ആ ശുശ്രൂഷകൻ എന്ത് ചെയ്തു? ഒന്ന് മയങ്ങിപ്പോയി, ഒന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുക. ആ സ്വപ്നത്തിൽ ഒരു ദൈവദൂതൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്കൾ ഇന്ന് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തല്ലോ, അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉടനെ ശുശ്രൂഷകൻ പറയുന്നു, ഞാൻ യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ദൂതൻ ചോദിക്കുന്നു, ശരിക്കും നിങ്ങൾക്ക് യേശുവിനോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട്? അപ്പോൾ ശുശ്രൂഷകൻ പറയുന്നു, 100% എനിക്ക് യേശുവിനോട് സ്നേഹമുണ്ട്. അപ്പോൾ ഈ ദൂതൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ 100% യേശുവിനോടുള്ള സ്നേഹത്തിലാണോ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത് എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ആ ദൂതൻ ആ ശുശ്രൂഷകൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചെറിയ കഷണം ഒടിച്ചെടുത്ത്
ഒരു ക്രൂസിബിളിലിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിലിട്ട് ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് ചില പുകകളൊക്കെ ഉയർന്നു. അവസാനം അതിൻ്റെ ഒരു റിസൾട്ട് ഈ ദൂതൻ അടിച്ച് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പം ആ റിസൾട്ട് ഇങ്ങനെയാണ്. നിങ്ങളുടെ 100% എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതിനുള്ള താല്പര്യം, അതാണ് 30%. രണ്ടാമത് 30% എന്ന് പറയുന്നത് ആളുകളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നതിലെ സന്തോഷമാണ്. മറ്റൊരു 30% എന്ന് പറയുന്നത് നിങ്ങളോട് ആളുകൾ അഭിപ്രായമൊക്കെ ചോദിക്കുന്നു, നിങ്ങളെ ദൈവദാസനായിട്ടും വലിയ ദൈവഭൃത്യനായിട്ടും കൊണ്ടു നടക്കുന്നു, അതിലുള്ള സന്തോഷം, അതാണ് മറ്റ് 30%. പിന്നെ കർത്താവിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് കേവലം 10% എന്ന് ആ റിപ്പോർട്ട് അടിച്ചു കൊടുക്കുന്നു. ശരിയല്ലേ? ഇന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു 90%, 95% നമ്മുടെ സ്വാർത്ഥതയിലും നമുക്ക് കിട്ടുന്ന അംഗീകാരത്തിലും ഊന്നിയുള്ളതല്ലേ? യഥാർത്ഥത്തിലുള്ളത് ദൈവത്തോടുള്ള സ്നേഹം സത്യത്തിൽ ഒരു 5% മറ്റോ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും യേശുവിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കല്ലേ? പറഞ്ഞു വന്ന കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം. കടുകുമണി അത് ചെറുതാണ്, പക്ഷേ വലിയ വൃക്ഷമായി തീർന്നു. നമ്മളും ഇന്ന് ആ നിലയിലാണെങ്കിൽ ലോകത്ത് നേട്ടം എന്ന് പറയുന്ന കാര്യത്തോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. മറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധ നഗരമാണ്, മഹത്തായ നഗരമല്ല. വിശുദ്ധ നഗരത്തോടൊപ്പം നിൽക്കാം. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അത്തരമൊരു സഭയുടെ ഭാഗമായിട്ട് നിൽക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.